എൻ്റെ പേര് സ്മാർട്ട് ഫോൺ. ഇത് എൻ്റെ കഥയാണ്. കഥയോ കാര്യമോ എന്തു തന്നെ ആയാലും ഇതിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. കാരണം ഇതെൻ്റെ കഥയാണല്ലോ. മനസ്സമാധാനത്തോടെ ചില്ലുകൂട്ടിൽ വസിച്ചിരുന്ന കാലം അതെൻ്റെ പ്രതാപകാലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനൊരു ദിവസം വളരെ അവിചാരിതമായിട്ടാണ് ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എൻ്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവ് അവിടെ വച്ചായിരുന്നു. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. അച്ഛൻ സദാ ജോലിക്ക് പോകുന്നു, അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റു മക്കൾ പഠിക്കുന്നത് പോലെ തന്നെ ഒന്നിനും ഒരു കുറവും എൻ്റെ മക്കൾക്കും ഉണ്ടാവരുത് എന്ന് കരുതി ആ പാവം പിടിച്ച മനുഷ്യൻ പണി ചെയ്ത കാശെല്ലാം കൂട്ടിവെച്ച് ചില്ലുകൂട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന എന്നെ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നെ കയ്യിൽ കിട്ടിയതും മക്കൾ ഹാപ്പി. മക്കളുടെ സന്തോഷമാണല്ലോ മാതാപിതാക്കളുടെ സന്തോഷം. അത് കണ്ട് ഞാനും സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടുപോയില്ല. രാത്രികാലങ്ങളിൽ അനിയത്തിക്കുട്ടി ഒരു പരിധിക്കുമപ്പുറം എന്നെ മടിയിൽ വെച്ച് താലോലിക്കുന്നത് കണ്ട് മൂത്തവനായ സഹോദരൻ ഒന്ന് ശാസിച്ചു വിട്ടു. അനിയത്തിക്കുട്ടി അനങ്ങിയില്ല. എന്നെ തറയിലും തലയിലും വയ്ക്കാതെ അവളുടെ ഒക്കത്ത് തന്നെ ഇരുത്തി വളർത്തി. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. ചേട്ടൻ അനിയത്തിയെ ശാസിക്കുന്നതും പതിവായി. അങ്ങനെ ഒരിക്കൽ ഒരു മഴയുള്ള രാത്രി അനിയത്തിയുടെ മുറിയിലെ എന്റെ വെളിച്ചം കണ്ടാണ് ജ്യേഷ്ഠൻ അവിടേക്ക് കയറി വരുന്നത്. കലി കയറിയ അവൻ എന്നെ അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് താഴേക്കെറിഞ്ഞുടച്ചു. ഞാൻ ഛിന്ന ഭിന്നമായി. ഊണില്ലാതെയും ഉറക്കമില്ലാതെയും ഇനി ശ്വാസം തന്നെ ഇല്ലാതെയും ഒരു പക്ഷേ അവൾക്ക് ജീവിക്കാനാവും. പക്ഷേ ഞാനില്ലാതെ അവൾ എങ്ങനെ ജീവിക്കും? മറുത്തൊന്ന് ആലോചിക്കാൻ നിൽക്കാതെ അവൾ ഓടി മുറ്റത്തേക്കിറങ്ങി. വീട്ടുകാരുടെ ദാഹം മാറ്റാനായി ആ കുഞ്ഞു വീടിന്റെ മുറ്റത്തെ മൂലയിൽ കുത്തിയിരിക്കുന്ന ആ വലിയ കിണറിലേക്ക് അവൾ എടുത്തു ചാടി. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ അവളുടെ സഹോദരനും അവൾക്ക് ശേഷം എടുത്തു ചാടി. ഒരച്ഛന്റെയും അമ്മയുടെയും നാളത്തെ പ്രതീക്ഷകൾ, അവരുടെ പൊന്നോമന മക്കൾ ആ കിണറിന്റെ ആഴങ്ങളിലേക്ക് അടിത്തട്ടിലേക്ക് ഊളിയിട്ടു. ഇതേ സമയം അനിയത്തിക്കുട്ടിയുടെ മുറിയിൽ നിരപരാധിയായ ഞാൻ അപരാധിയായിക്കൊണ്ട് അന്ത്യശ്വാസം വലിച്ചു.